ഈ സിനിമ വുഡ് ഹാവ് ബീൻ മൈ ബാഹുബലി. അടുത്തൊരു രാജമൗലി ഓർ ഈവൻ ബെറ്റർ, ലെറ്റ്സ് സേ ദാറ്റ്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ, സുനാമി മുഖമൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. ആക്ഷൻ മൂവിയാണ് തീർച്ചയായിട്ടും. നിന്റെ കഴിഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ പേരെന്തായിരുന്നു? പഴം പുഴുങ്ങിയ ജീവിതമേ, സൈക്കോളജിക്കൽ ത്രില്ലർ. ഞാൻ എന്റെ ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമയുടെ ഒരു യാത്ര പോകുന്നത്. ഇതൊരു എക്സ്പെരിമെന്റൽ സബ്ജക്റ്റ് ആണ്. ഒരാൾ ഒറ്റയ്ക്ക് ബൈക്കിൽ ഹിമാലയത്തിലേക്ക് പോകുന്നു, എന്നിട്ട് അത്രേ ഉള്ളൂ. എന്റെ ക്യാരക്ടറിനെ ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിനിമയുടെ കഥ പറയുന്നില്ല. പക്ഷെ ഇതില് അനാഥനല്ല, സ്റ്റിൽ ഗുണ്ടാ കഥ. ഒരു മാറ്റവും. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. ബേസിക്കലി ഗുണ്ടായിസം എന്താണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഈ ഒരു സാധാരണ ഒരു പയ്യനാണ്. ഈ ലൈഫ് ഇതായതിനു ശേഷം ഒരു തിരിച്ചുപോക്കുണ്ടോ? ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഇങ്ങനത്തെ ത്രില്ലറാണല്ലേ, വളരെ. മലങ്കൾട്ട് ഈസ് മലങ്കൾട്ട്, പ്യുവർ മലങ്കൾട്ട്. അതിലൊരു എണ്ണം പറഞ്ഞ മലങ്കൾട്ടാണിത്. ത്രില്ലറാണ്. ഇപ്പൊ ഇതിന്റെ മേക്കിംഗ് സ്റ്റൈലില് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. 36ാമത്തെ സീനില് മെയിൻ വില്ലനെ കാണുമ്പോ കണ്ണീന്ന് തീപ്പൊരി വരുന്നില്ലേ, ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കൈ. അപ്പോ ഇദ്ദേഹത്തിന്റെ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര രസാ. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്, ധൈര്യമായിട്ട്. പടം അനാഥരാണ് കൊണ്ടുപോകണമെന്ന് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇനി മുതൽ മാധവ് സുരേഷിന്റെ ഒറ്റ സിനിമ വിടൂല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. ഇറ്റ്സ് എ പ്യുവർ ബ്ലിസ്. കാരണം മലങ്കൾട്ടായിട്ട് പാക്കേജ് ആയിട്ട് ഇങ്ങ് തരുമോ. എന്നെ തേച്ചതാണല്ലേ. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.